കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ കോവിഡ് കാല പർച്ചേസിന്റെ റിപ്പോർട്ട് വൈകുന്നു. ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ പരിശോധന പൂർത്തിയായി 2.5 വർഷമായിട്ടും റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. റിപ്പോർട്ട് അംഗീകരിച്ച് അന്തിമമാക്കിയിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സാജു, ഈ റിപ്പോർട്ട് വൈകാനുള്ള കാരണം എന്താണ്? നൗഫൽ, കോവിഡ് കാലത്ത് ഗ്ലൗസും അതുപോലെ N95 മാക്സും PPE കിറ്റുമൊക്കെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വാങ്ങിയത് അമിതമായ വിലയ്ക്കാണെന്നും അതിൽ ക്രമക്കേടും അഴിമതിയുണ്ടെന്നും ആരോപണമുയർന്നിരുന്നു. തുടർന്നാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫയലിൽ ഇത് സംബന്ധിച്ച കുറിപ്പ് എഴുതിയത്. ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ പരിശോധന. 2022 ജനുവരിയിൽ ആരംഭിച്ച് ആ വർഷം തന്നെ ജൂണിൽ പരിശോധന അവസാനിപ്പിച്ചു. പരിശോധന പൂർത്തിയായി എന്നാണ് വിവരാവകാശ നിയമപ്രകാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വീണ എസ് നായർക്ക് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ധനകാര്യ പരിശോധനാ വിഭാഗം തന്നെ മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെടുമ്പോൾ റിപ്പോർട്ട് അംഗീകരിച്ച് പരിശോധനയുടെ റിപ്പോർട്ട് അംഗീകരിച്ച് അന്തിമമാക്കിയിട്ടില്ല എന്നാണ് മറുപടി നൽകുന്നത്. അതായത് പരിശോധന പൂർത്തിയായി 2.5 വർഷം കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ ധനകാര്യ പരിശോധനാ വിഭാഗം തയ്യാറായിട്ടില്ല. അതിനെ തുടർന്നാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പൂഴ്ത്തപ്പെട്ട അവസ്ഥയിൽ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിന് ശേഷം ഇപ്പോൾ അടുത്തിടെ പുറത്തു വന്ന C&G റിപ്പോർട്ടിൽ ഈ പർച്ചേസുകൾ ക്രമക്കേടായിരുന്നെന്നും ഇത് അമിത വില കൊടുത്തു വാങ്ങിയതാണെന്നും കുറഞ്ഞ വിലയ്ക്ക് തരാൻ ആളുകൾ ഉണ്ടായിട്ട് അവരെ ഒഴിവാക്കിക്കൊണ്ട് വാങ്ങിയതാണ് എന്നും കണ്ടെത്തിയിരുന്നു. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് കാലത്ത് പർച്ചേസ് കൊള്ള നടന്നിട്ട് അതിനെ പൂഴ്ത്തിവെക്കുന്ന ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് സർക്കാരിന് പ്രതിസന്ധിയാകുന്നതിനാൽ പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി. നൗഫൽ.